ഇന്നത്തെ റെസിപ്പി പഴവും സേമിയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം പഴുത്തിട്ടുള്ള 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ. ഇനി ഇതൊരു സ്റ്റീമറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. സ്റ്റീമറിലിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒന്ന് പഴുത്ത പഴം ആയതുകൊണ്ടാണ് സ്റ്റീമറിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം കുടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പഴം അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ വലുപ്പത്തിലുള്ള മുറിച്ചിട്ടുള്ള സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കണം എന്നൊന്നുമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ സേമിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയാൽ ഇനി ഇതിലേക്ക് അതേ അളവിൽ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി സേമിയ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. പിന്നെ സേമിയ ആദ്യം വറുത്തെടുത്തത് കാരണം ഒന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ പഴം നന്നായിട്ട് പുഴുങ്ങി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ അതേ കടായി തന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/2 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കളർ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറവായിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നല്ല സെറ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് തണുത്ത് വരുമ്പോൾ സേമിയ ചെറുതായിട്ട് കട്ട കുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ചട്ടകം വെച്ചിട്ട് മിക്സാക്കി എടുക്കുന്ന സമയത്ത് വേറിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള പഴം തൊലിയൊക്കെ കളഞ്ഞ് ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് പഴുപ്പ് കൂടി പോയിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസായിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി മിക്സാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പഴം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഴവും തേങ്ങയും സേമിയയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ പഴമൊക്കെ കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. അഥവാ ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ബ്രെഡ് പൊടിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയൊരു ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഒക്കെ പോലെ റൗണ്ടിലാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാതും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ബൗളിൽ 1 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കോഴിമുട്ടയ്ക്ക് പകരം കുറച്ച് മൈദയും വെള്ളം കൂടെ ലൂസാക്കിയിട്ടുള്ളൊരു മാവാക്കിയിട്ട് ചെയ്തെടുത്താലും മതിയാവും. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം പ്രത്യേക ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.